നമസ്കാരം. സത്യം അതാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. മുസ്ലിം ലീഗ് പാർട്ടിക്ക് അഹിതമായ ഒരു സംഗതി നമ്മുടെ സംസ്ഥാനത്ത് അനുഗ്രഹിച്ച് ഇപ്പോൾ നടക്കില്ല എന്നുള്ള കാര്യം നമ്മുടെ പ്രവർത്തകരും നമ്മുടെ അംഗങ്ങളും എല്ലാവരും മനസ്സിലാക്കണം. നമ്മളാണ് ഭരിക്കുന്നത്, നമ്മളാണ് ഇത് കൊണ്ടു നടക്കുന്നത്, നമ്മളാണ് ഇതിൻ്റെ കാര്യകർത്താക്കൾ. മുസ്ലിം ലീഗിന് അഹിതമായതൊന്നും ഈ കേരളത്തിൽ നടക്കില്ല എന്ന് 10 വർഷത്തിന് മുമ്പേ തന്നെ ഇബ്രാഹിം കുഞ്ഞ് പറഞ്ഞു വെച്ചതാണ്. ഇബ്രാഹിം കുഞ്ഞ് ഇപ്പോൾ ജീവനോടെ ഇല്ല, അദ്ദേഹം മരിച്ചുപോയി. പക്ഷേ 10 വർഷത്തിന് മുമ്പ് ലീഗിന് ഇന്ന് കാണുന്ന അത്ര ശക്തിയൊന്നുമില്ല. കാരണം ഇന്നിപ്പോൾ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളുടെ റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ ലീഗിൻ്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ പഞ്ചായത്തുകളും സീറ്റും അവർ നേടിക്കഴിഞ്ഞു. അപ്പോൾ അന്നത്തേലും കൂടുതലാണ് ഇന്ന് ലീഗിൻ്റെ ശക്തി. അന്ന് ഇത്രയൊന്നും ശക്തിയില്ലാത്ത സമയത്ത് പോലും അന്ന് ലീഗിൻ്റെ നേതാവ് മന്ത്രിക്ക് ആയിരുന്ന ആൾ പറഞ്ഞു വെച്ചത് ഇത് ഇന്ത്യ വിഷന് വന്നതാണ്. ഇന്നിപ്പോൾ ഇന്ത്യ വിഷനും ഇല്ല, നമുക്കറിയാം ഇന്ത്യ വിഷനൊക്കെ നിർത്തി. അന്ന് പറഞ്ഞു വെച്ച കാര്യമാണ് മുസ്ലിം ലീഗിന് വിരുദ്ധമായി അഹിതമായി ഇവിടെ ഒന്നും നടക്കില്ല, നമ്മളാണ് ഭരണം തീരുമാനിക്കുന്നതെന്ന് അന്ന് പറഞ്ഞു. അപ്പോൾ ഇന്നത്തെ അവസ്ഥയും അറിയാമല്ലോ. ഞങ്ങളൊക്കെ ഒരു 10 വർഷത്തിന് മുമ്പ് തൊട്ട് പറയാൻ തുടങ്ങിയ കാര്യമാണ്. അന്ന് ഇവരാരും അതിനൊന്നും അത്ര വില തന്നില്ല. ഇന്നിപ്പോൾ നമ്മൾ ആ കാര്യങ്ങൾ വിട്ട്, ആ വിഷയം വിട്ട് പുതിയ വിഷയങ്ങളിലേക്ക് പോകുമ്പോൾ ഇവർ പഴയ നമ്മൾ പറഞ്ഞ് കളഞ്ഞ കാര്യങ്ങൾ എടുത്തുകൊണ്ട് വരികയാണ്. ഞങ്ങൾ എന്താണ് 10 വർഷത്തിന് മുമ്പ് അല്ലെങ്കിൽ 15 വർഷത്തിന് മുമ്പ് തൊട്ട് പറയുന്ന കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടാകുന്ന സമയത്ത് ഒരു കുടക്കീഴിൽ എല്ലാ മുസ്ലിം സംഘടനകളും ഒന്നിക്കും. അതിനുശേഷം ആരാണോ അവരെ വളർത്താൻ അവരെ സഹായിച്ചത് അവരെ വിഴുങ്ങിയതിന് ആ സംവിധാനം തന്നെ ഇവർ കൈക്കലാക്കും. ഇപ്പോൾ അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നമുക്കത് ഫീൽ ചെയ്യാത്തത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പിണറായി സർക്കാരിനോട് സ്വാഭാവികമായിട്ടും ജനങ്ങൾക്കുള്ള ഒരു ഭരണവിരുദ്ധ വികാരമുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് നടക്കുന്നത് എന്ന് നമ്മളങ്ങ് കരുതുകയാണ്. എന്നാൽ അതല്ല. ഇതൊക്കെ കൃത്യമായി നേരത്തെ തന്നെ എഴുതി തയ്യാറാക്കി വെച്ചിരിക്കുന്ന കാര്യമാണ്. ഇത്ര വർഷം കഴിയുമ്പോൾ, ഇത്ര അവസരം നമുക്ക് അനുകൂലമാവുമ്പോൾ നമ്മളെല്ലാവരും ഒരു കുടക്കീഴിൽ വരണമെന്നത് അവരുടെ നേരത്തെ തന്നെയുള്ള പ്ലാനാണ്. അപ്പോൾ ഇപ്പോൾ നോക്കുക, UDFൻ്റെ പാളയത്തിലുള്ള അല്ലെങ്കിൽ ആ കുടയ്ക്ക് കീഴിലുള്ളവരെ നോക്കുക. മുസ്ലിം ലീഗ് ഉണ്ട്, നേരത്തെ തൊട്ടുണ്ട്. ഇപ്പോൾ അതിലേക്ക് വന്നിരിക്കുന്നു ജമാഅത്തെ ഇസ്ലാമി വന്നിരിക്കുന്നു, SDPI വന്നിരിക്കുന്നു, വെൽഫെയർ പാർട്ടി വന്നിരിക്കുന്നു, PDP വന്നിരിക്കുന്നു. ആകെ INL മാത്രമാണ് പുറത്തുള്ളത്, ഇന്ത്യൻ നാഷണൽ ലീഗ്. മുസ്ലിം ലീഗിനെ പിളർത്തി വന്ന പാർട്ടിയാണ് INL. അതുകൊണ്ട് തന്നെ പിളർന്നു വന്ന ആ സംഘടനയ്ക്ക് മാതൃ സംഘടനയിലേക്ക് തിരിച്ചു പോകാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. നോട്ട് ദി പോയിന്റ്. ഞാൻ പറഞ്ഞത് മനസ്സിലായി. അതായത് ഇപ്പോൾ CPI പിളർന്നാണ് CPM തിരിച്ചു വന്നത്. പക്ഷേ അവരെപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്, CPI പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഒന്നിക്കണം തരത്തിലാണ് എന്ന് പറഞ്ഞതുപോലെ, ഈ കേരള കോൺഗ്രസ് പിരിയുന്ന പോലെ തന്നെ പിളർന്ന പോലെ തന്നെ പിളരും, പിന്നെ ഒന്നിക്കും എന്ന് പറഞ്ഞ പോലെ തന്നെ നാളെ ഈ INL എന്ന് പറഞ്ഞ ഈ പാർട്ടി തിരിച്ച് മുസ്ലിം ലീഗിലേക്ക് പോയാലും അത്ഭുതമില്ല. ഇനി നിങ്ങൾ ചിന്തിക്കുക, UDF എന്ന് പറഞ്ഞ കുടയ്ക്ക് കീഴിൽ എല്ലാ മുസ്ലിം സംഘടനകളായി ആയോ ഇല്ലയോ നിങ്ങൾ ചിന്തിക്കുക. അപ്പോൾ ഭരണം നേടാൻ പോകുന്നത്, ഭരിക്കുന്നത് ഒരുപക്ഷെ കോൺഗ്രസിനെ മുൻനിർത്തിയാണെങ്കിലും ഈ 10 വർഷത്തിന് മുന്നേ മുസ്ലിം ലീഗ് നേതാവ് പറഞ്ഞ പോലെ മുസ്ലിം ലീഗിന് അഹിതമായിട്ടുള്ള ഒരു കാര്യവും കേരളത്തിൽ നടക്കില്ല. അപ്പോൾ പലപ്പോഴും സംഘീയ നേതാക്കൾ, BJP നേതാക്കൾ അവരുടെ വിശ്വാസപരമായിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ഇവരെപ്പോഴും പറയാറുണ്ട് ഇവർക്ക് മതമല്ലാതെ ഒന്നും പറയാനില്ല. എന്നാൽ മതപരമായിട്ട് ചിന്തിക്കുകയും വോട്ട് ചെയ്യുകയും ആ രീതിയിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്നത് ആരാണ് എന്നതിനെപ്പറ്റി മാത്രം ഇവിടെ അധികമാരും അഡ്രസ്സ് ചെയ്തിട്ടില്ല. ആ ഒരു കൂട്ടരാണിത്. അവർ കൃത്യമായും 2026 ആയപ്പോഴേക്കും UDF എന്ന കുടക്കീഴിലേക്ക് ഒന്നിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. അതിനൊരു മറ പിണറായി സർക്കാരിനോടുള്ള ജനവികാരം കൊണ്ട് സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നു. അത് സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നതല്ല. ഇതെല്ലാം നേരത്തെ അവർ തീരുമാനിച്ചു വെച്ച കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ ഇത് മറ്റുള്ളവർ ചർച്ചയാവാതിരിക്കാനും സംസാര വിഷയമാക്കാതിരിക്കാനും അവർ വളരെയേറെ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ അവർ പല രീതിയിലേക്ക് ആളുകളുടെ ശ്രദ്ധ മാറ്റി വിടാറുണ്ട്. ഇപ്പോൾ പുതിയ യാത്ര എന്ന് പറഞ്ഞാൽ അത് വേണമെങ്കിൽ നല്ല രീതിയിൽ അവർക്ക് അവസാനിപ്പിക്കാവുന്നതാണ്. പക്ഷേ അത് പാടില്ല. ആ യാത്രയിൽ ഇവിടുത്തെ മാധ്യമങ്ങളെല്ലാം കടിച്ചു തൂങ്ങി കിടക്കണം. അതിന് വേണ്ടിയിട്ടാണ് അതിന് സ്റ്റേജിൽ വെച്ച് അലമ്പുണ്ടാക്കുന്നു, യാത്രക്കിടയിൽ അലമ്പുണ്ടാക്കുന്നു. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നെഗറ്റീവ് പബ്ലിസിറ്റി ആണെങ്കിലും അവർക്കത് പോസിറ്റീവ് ആക്കാൻ അറിയാം. അതിൻ്റെ ഒപ്പം തന്നെ കാതലായിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ ആരും ചർച്ച ചെയ്യാതെ വരുന്നു. ഇതൊക്കെ വളരെ തന്ത്രപരമായിട്ട് ചെയ്യുന്നതാണ്. ഇതൊക്കെ നമ്മൾ നേരത്തെ തൊട്ടേ പറയുന്നതാണ്. ഇപ്പോൾ ആളുകൾക്ക് കുറേശ്ശേ വെളിവ് വരുന്നുണ്ട്. ഇപ്പോൾ അവരത് വലിയ കാര്യമായിട്ട് ഉയർത്തിക്കൊണ്ട് വരുമ്പോൾ നമ്മൾ പുതിയ കാര്യങ്ങളിലേക്ക് പറയുകയാണ്. ഇതേപോലെ തന്നെയാണ് ഹലാൽ വിഷയത്തിലും തുപ്പൽ ബിരിയാണിയുടെ കാര്യത്തിലുമൊക്കെ ഇതൊക്കെ വലിയ ചർച്ചയാവുന്നതിന് മുമ്പേ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. എൻ്റെ മുമ്പ് ചെയ്തിട്ടുള്ള വീഡിയോസൊക്കെ, ഇതിലെല്ലാം ഞാൻ മറ്റു ചാനലിൽ ചെയ്തിട്ടുള്ള വീഡിയോസൊക്കെ നോക്കിയാൽ അറിയാം, എൻ്റെ പോസ്റ്റുകൾ നോക്കിയാൽ അറിയാം. അന്ന് ഇതൊന്നും മൈൻഡ് ചെയ്യാത്ത ആളുകൾ ഇന്നിപ്പോൾ അതൊക്കെ വലിയ കാര്യമായിട്ട് കൊണ്ടുവരുമ്പോൾ നമുക്ക് തന്നെ എന്താ പറയുക, ഇതൊക്കെ നമ്മൾ പണ്ടേ പറഞ്ഞതല്ലേ എന്ന തരത്തിലാണ്. VS അച്യുതാനന്ദനും പറഞ്ഞിട്ടുള്ളതാണ്. മത സംസ്ഥാനമാക്കുക, മതരാജ്യമാക്കുക എന്നത് മാത്രമാണ് മുസ്ലിം ലീഗിനാണെങ്കിലും ജമാഅത്തെ ഇസ്ലാമിക്കാണെങ്കിലും SDPക്കാണെങ്കിലും ഒക്കെ അവരുടെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം. ഈ മുസ്ലിം ലീഗിനാണല്ലോ ഇന്ത്യ വെട്ടിമുറിച്ച് പാകിസ്ഥാൻ എന്നൊരു രാജ്യമാക്കണമെന്ന് പറഞ്ഞത്. ഇങ്ങേയറ്റത്ത് കേരളത്തിലായതുകൊണ്ട് മാത്രമാണ്, അത്രയും ദൂരം പോകാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് മാത്രമാണ് മലപ്പുറത്തും മറ്റുമൊക്കെ കുറേ പേർ മുസ്ലിങ്ങൾ അവശേഷിച്ച് പോയത്. അതിർത്തിയിലുള്ളവരൊക്കെ പാകിസ്ഥാനിലേക്ക് പോയി. ഇവിടെ നിന്ന് ട്രെയിൻ കിട്ടാതെയും പോകാൻ മറ്റു മാർഗ്ഗമില്ലാത്തത് കൊണ്ടും ഇവിടെ കിടന്നു പോയവരാണിവർ. പക്ഷേ അവരുടെ ഉള്ളിലും ഇന്ത്യ അല്ലെങ്കിൽ കേരളമെങ്കിലും വെട്ടിമുറിച്ച് നമ്മൻ്റെ രാജ്യമാക്കണം എന്ന ചിന്ത തന്നെയാണ്. അത് കാലാകാലങ്ങളിൽ അവരുടെ നേതാക്കളുടെ നാവിൽ നിന്ന് തന്നെ അറിഞ്ഞോ അറിയാതെ പുറത്തേക്ക് വരാറുമുണ്ട്.